ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഒരു ലോകോത്തര ഫുട്ബോൾ ടീം ഇല്ലാത്തത്? അതേക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഫുട്ബോളിന് വലിയ ആരാധക വൃന്ദമുണ്ട്. കേരളം, ഗോവ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഫുട്ബോൾ ഒരു വികാരം തന്നെയാണ്. പക്ഷേ ലോകകപ്പ് വേദികളിൽ ഇന്ത്യയെ കാണുവാൻ ഇന്നും നമുക്ക് കഴിയുന്നില്ല എന്നത് അതൊരു ദുഃഖ സത്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീം ലോക റാങ്കിങ്ങിൽ വളരെ പിന്നിലാണ്. ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യക്ക് കളിക്കുവാൻ സാധിച്ചിട്ടുമില്ല. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യ ഏഷ്യയിലെ ശക്തമായ ടീമുകളിൽ ഒന്നായിരുന്നു. 1951, 1962 ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിരുന്നു. 1956 ഒളിമ്പിക്സിൽ 4ാം സ്ഥാനവും നാം നേടുകയുണ്ടായി. ഏഷ്യയിലെ ശക്തമായ ടീമുകളിൽ ഒന്നായിരുന്ന ഇന്ത്യ അന്നത്തെ ഭരണകൂടത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് ലോകകപ്പിൽ കളിക്കുവാൻ സാധിക്കാതിരുന്നത്. അന്ന് കളിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് ശക്തമായ ഒരു ടീമായി മാറിയേനെ. 1950 ഇന്ത്യ ലോകകപ്പിൽ കളിക്കുവാനുള്ള യോഗ്യത നേടിയതാണ്. എന്നാൽ ടൂർണമെന്റിന് മുമ്പ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടീമിനെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. നഗ്നപാതരായി കളിക്കുവാൻ ആഗ്രഹിച്ചതിനാലാണ് ടീമിനെ വിലക്കിയതെന്നാണ് അന്ന് പറഞ്ഞത്. അതുകൂടാതെ ബ്രസീലിലേക്കുള്ള യാത്രയ്ക്ക് ധനസഹായം നൽകുന്നതിന് സാമ്പത്തിക പരിമിതികളുണ്ട് എന്നും ഏഷ്യൻ ഗെയിംസിനും വരാനിരിക്കുന്ന 1982 ഒളിമ്പിക്സിനാണ് ഇവിടെ പ്രാധാന്യമെന്നും പറഞ്ഞാണ് ടീമിനെ അന്ന് പോകാൻ അനുവദിക്കാതിരുന്നത്. പ്രൊഫഷണൽ ടീമുകൾക്കെതിരെ മത്സരിക്കുവാൻ ടീമിനെ തയ്യാറാക്കുവാൻ മതിയായ സമയം കിട്ടിയില്ല എന്നും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നു. ഈ വാദങ്ങളൊക്കെ പിന്നീട് പൊളിയുകയായിരുന്നു. കാരണം ഫിഫ യഥാർത്ഥത്തിൽ 1953 വരെ ബൂട്ട് നിർബന്ധമാക്കിയിരുന്നില്ല. ബ്രസീലിലേക്കുള്ള ദീർഘവും ചെലവേറിയതുമായിട്ടുള്ള യാത്ര അതൊരു പ്രധാന തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടെങ്കിലും ഇന്ത്യയിലെ നിരവധി സംസ്ഥാന അസോസിയേഷനുകൾ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഭരണകൂടം ഒടുവിൽ നിസ്സംഗത കാണിക്കുകയും ടീമിനെ അയക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ലോക ഫുട്ബോൾ അതിവേഗം ഇങ്ങനെ വളർന്നപ്പോൾ ഇന്ത്യ വളരെ പിന്നിലേക്കും പോയി. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുട്ടികൾ വളരെ ചെറുപ്പം മുതൽ പരിശീലനം നേടുമ്പോൾ ഇന്ത്യയിൽ ഈ സംവിധാനം ഉണ്ടായിരുന്നില്ല. നിരവധി ജില്ലകളിൽ നല്ല ഫുട്ബോൾ ഗ്രൗണ്ടുകളോ പരിശീലന സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളും യുവജന മത്സരങ്ങളും നടത്തിയതുമില്ല. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകൂടം രാജ്യത്തുടനീളം ശക്തമായ ഒരു ഫുട്ബോൾ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് യുവാക്കളുടെ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. മോദി തന്റെ മൻ കി ബാത്ത് പ്രക്ഷേപണങ്ങളിൽ രാജ്യത്തിന്റെ ഫുട്ബോളിനെ കുറിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ പരാമർശിക്കാറുമുണ്ട്. 2018 നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച കായിക പദ്ധതിയായ ഖേലോ ഇന്ത്യയിലെ യുവതാരങ്ങളെ കണ്ടെത്തുകയും പരിശീലിപ്പിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു വരുന്നുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തുടനീളം പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നു. ഇവിടങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്ക് പരിശീലനം, താമസം, ഭക്ഷണം, മെഡിക്കൽ സഹായം തുടങ്ങിയ സൗകര്യങ്ങൾ നൽകി വരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ പട്ടണങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഇത് വലിയ സഹായവുമാണ്. ഇതിലൂടെ ഫുട്ബോൾ പ്രതിഭകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സർക്കാർ നേരിട്ടും പരോക്ഷമായും വിവിധ ഫുട്ബോൾ അക്കാദമികൾക്കും പരിശീലന പദ്ധതികൾക്കും പിന്തുണ നൽകുന്നുണ്ട്. ചില സംസ്ഥാന സർക്കാരുകൾ സ്വന്തമായി ഫുട്ബോൾ വികസന പദ്ധതികളും നടത്തുന്നു. ഇന്ത്യയിൽ ഫുട്ബോൾ വികസിപ്പിക്കുന്നതിന് ഫിഫയും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും ചേർന്ന് വിവിധ പദ്ധതികൾ നടത്തുന്നുണ്ട്. സ്കൂൾ തലത്തിൽ കൂടുതൽ കുട്ടികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. 2017 ഇന്ത്യ ഫിഫ അണ്ടർ 17 ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. ഇതോടെ രാജ്യത്തെ നിരവധി സ്റ്റേഡിയങ്ങൾ നവീകരിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് കുട്ടികൾ ആദ്യമായി ലോകോത്തര ഫുട്ബോൾ നേരിട്ട് കണ്ടു. അതേപോലെ വനിതാ ഫിഫ അണ്ടർ 17 ലോകകപ്പും ഇന്ത്യയിൽ നടന്നു. ഇന്ത്യൻ ഫുട്ബോളിനെ ഏഷ്യയിലെ ശക്തമായ ടീമാക്കി ഉയർത്തുക എന്ന ആ ലക്ഷ്യത്തോടെയുള്ള വിവിധ പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗ്യരായ ഇന്ത്യൻ വംശജരായിട്ടുള്ള വ്യക്തികളെയും ഇന്ത്യയിലെ വിദേശ പൗരന്മാരെയും ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കാൻ അനുവദിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നിർദ്ദേശം കായിക മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പദ്ധതികളൊക്കെ ഇന്ത്യൻ ടീമിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഫിഫയുമായി ചേർന്ന്
ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആരംഭിച്ച ഈ പദ്ധതികൾ ഇന്ത്യയിലെ ഏഷ്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമാക്കി തീർക്കുമെന്ന് ഉറപ്പുമാണ്. സംസ്ഥാനങ്ങളിൽ ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിന് അംഗീകാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് പിന്തുണ നൽകുകയാണ്. സ്കൂളുകൾക്കായിട്ടുള്ള ഫുട്ബോൾ പരിപാടി ഫിഫയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും പിന്തുണയോടെ രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പ്രാപ്യമാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യ ഖേലോ ഫുട്ബോൾ സംരംഭവുമായി ബന്ധപ്പെട്ട ഓപ്പൺ യൂത്ത് ട്രയൽസും സ്കൗട്ടിംഗ് പ്രോഗ്രാമുകളും 2026 സീസണിൽ വിവിധ നഗരങ്ങളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ക്ലബ്ബുകൾക്കും അക്കാദമികൾക്കും വേണ്ടിയുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി 2009നും 2016നും ഇടയിൽ ജനിച്ച കളിക്കാരെ പങ്കെടുപ്പിച്ച് ഇന്ത്യയിലുടനീളം ഓപ്പൺ ട്രയൽസ് സജീവമായി നടക്കുന്നുണ്ട്. ശക്തമായ ഒരു ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയിൽ ഇന്ത്യൻ ഫുട്ബോൾ വളർന്ന് ലോകകപ്പിൽ കളിക്കുന്നത് അത് കാണുവാൻ നമുക്ക് കാത്തിരിക്കാം.